ന്യൂജൻ ആയാലും അല്ലെങ്കിൽ പഴയതായിട്ടുള്ള ആ ഒരു എനർജിയുടെ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ ലാലേട്ടൻ്റെ ഒരു മാജിക്. അതിപ്പോൾ ഈ പുതിയ ഹൃദയപൂർവ്വം ഒക്കെ ചെയ്യുമ്പോൾ ലാലേട്ടൻ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ഞാൻ വന്ന സമയത്ത് മലയാള സിനിമയിൽ ഏറ്റവും വലിയ ആക്ടേഴ്സ് ഉള്ള സമയമാണ്. കൊട്ടാരക്കര അദ്ദേഹം, ഞാൻ എസ് പി പിള്ള സാറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, തിക്കുറിശി സാറ്, ശങ്കരാടി സാറ്, വടൂർപ്പാസ്, അങ്ങനെ ഇപ്പം നിങ്ങൾ കാണുന്ന അത്യപൂർവമായിട്ടുള്ള കുറച്ച് പേരല്ലാതെ ബാക്കി എല്ലാവരുമായിട്ട് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അത് മലയാളത്തിൽ മാത്രമല്ല, തമിഴായാലും ശിവാജി ഗണേശൻ സാറായിട്ട്, അമിതാഭ് ബച്ചനായിട്ട്, നാഗേശ്വർ റാവു സാറുമായിട്ട്, അല്ലെങ്കിൽ രാജ്കുമാർ അദ്ദേഹമായിട്ടുള്ള നല്ല സൗഹൃദം. ഇവരെല്ലാവരും നമ്മളെ അത്ര ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചാണ് കൊണ്ടുപോയത്. അപ്പോൾ അവരുടെ ഒരു ഓറയ്ക്കുള്ള അവരുടെ സ്നേഹത്തിൻ്റെ ഉള്ളിലാണ് ഞങ്ങളെപ്പോലുള്ള അന്ന് വന്ന ആൾക്കാർ വളർന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരോട് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളുള്ള ഒരാളെയാണ് അവരിൽ ഞങ്ങൾ കാണുന്നത്. ഞാൻ കുട്ടിക്കാലം മുതൽ എന്നെക്കാട്ടിലും വളരെ പ്രായമുള്ള ആൾക്കാരുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെറിയ ആൾക്കാരുമായിട്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒരു അതിലേക്ക് പോകാൻ പ്രയാസമുള്ളതല്ല. നമ്മളിലേക്ക് വന്നില്ലെങ്കിൽ നമുക്ക് അവരിലേക്ക് ഇറങ്ങിച്ചേരും. സത്യേട്ടൻ്റെ സിനിമയിൽ ഇപ്പോൾ സംഗീതം എന്നൊക്കെ പറയുന്ന ആൾ വലിയ റോളുകളാണ് ചെയ്തിരിക്കുന്നത്. അയാളെ ഏറ്റവും കംഫർട്ടബിൾ ആക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് എൻ്റെ ഒരു കടമ കൂടിയാണ്. അങ്ങനെയാണല്ലോ സിനിമ നന്നാകുന്നത്. പലപ്പോഴും ഈ റാഗിങ് പോലാണ്. എന്നെ കോളേജ് പഠിച്ചപ്പോൾ ഇയാൾ ഭയങ്കരമായിട്ട് റാഗ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് റാഗ് ചെയ്യണം എന്ന് പറഞ്ഞ് ചില ആൾക്കാർ പറയുന്നതായിരുന്നു. ഒരുപാട് വാർത്തകളൊക്കെ. അതെ, പക്ഷെ അതുപോലെയല്ല. നമ്മളോട് വളരെ സൗഹൃദമായിട്ട് ഒക്കെ ആയിട്ടാണ് നമ്മുടെ സീനിയർ ആക്ടേഴ്സ് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സ്നേഹത്തിൽ തന്നെ പെരുമാറാൻ സാധിക്കുള്ളൂ.